ഹലോ അസ്സാം വലൈക്കും. നമുക്കൊരു ചിക്കൻ മന്തി ആയാലോ? ഒരു പാത്രത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ പാത്രം എടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിന ചെറുതായി കട്ട് ചെയ്തത്, 1 സ്പൂണ് ചെറിയ ജീരകം, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി. മുളക് പൊടിക്ക് പകരം കളർ ഉണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കളറില്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ഏലക്കായ്, പട്ട, പൂവ് അതും പിന്നെ 2 3 ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ഓയിലും, ഞാൻ ഇവിടെ 1 കപ്പ് ഓയിലാണ് എടുത്തത്. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം പിന്നെ കുറച്ച് അരി കുതിർക്കാൻ വെച്ചു. ഒരു 30 മിനിറ്റ്. ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ ഇത് നമ്മളെ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചു. അപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ അരിയും കുറച്ച് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചത് ചോറ് ഒട്ടി പിടിക്കാതെ വെക്കാൻ വേണ്ടിയാണ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഇനി ചൂടോടെ നമുക്ക് ചിക്കൻക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 വേവ് ആയാൽ മതി. ബാക്കി ഇനി ദമ്മിൽ കടന്ന് വേവും. ഇനി ഒരു മഞ്ഞ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുക. ചുവപ്പ് കളറിന് വേണ്ടി കളർ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചാർക്കോൾ കത്തിച്ച് കണലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. അങ്ങോട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പുക പോകാത്ത രൂപത്തിൽ മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. അതിന് ശേഷം ഒരു അരമണിക്കൂർ തീ ഓഫാക്കിയതിന് ശേഷം ഒന്ന് വെക്കുക. അങ്ങനെ നമ്മളെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.